ഇന്നത്തെ മലയാളം സെഷനെ നമുക്കൊന്ന് തുടങ്ങാൻ ഡോക്ടറെ ഇന്ന് മോഡറേറ്ററായിട്ട് കുറച്ചു നേരം ഒന്ന് ഇരിക്കുക. നമ്മുടെ മോഡറേറ്റേഴ്സ് രണ്ടുപേരും എന്തുകൊണ്ടോ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. വിഷയം അറിയാലോ, പറഞ്ഞാൽ മതി. ഇല്ല ഇല്ല, എന്താന്നുള്ളത് അറിയില്ല. ഞാൻ ആ, ഇന്നലെ ശ്രദ്ധിച്ചിട്ടില്ല. കേറിയില്ലായിരുന്നു. ശരി ശരി, ഇത് നമ്മുടെ ഇത് കണ്ടിട്ട് വിഷയം കുട്ടികൾ കുട്ടികളുടെ കുട്ടികളുടെ കരച്ചിൽ കാരണങ്ങളും അതിന്റെ പ്രതിവിധികളും, ഇതാണ് വിഷയം. ഉം, ഉം. ഒന്ന് തുടങ്ങി നോക്ക്, നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി നോക്കാം. വേറെ ആരെങ്കിലും റെഡി ആണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. ശോഭന ഡോക്ടർ റെഡിയാണോ? അല്ല, ഡോക്ടർ തന്നെ തുടങ്ങിക്കോ. പിന്നെ ഡോക്ടറെ ഒന്ന് തുടങ്ങിക്കോ. എല്ലാവർക്കും ഒരു സ്വാഗതം പറഞ്ഞങ്ങ് തുടങ്ങിയാൽ മതി. നമ്മുടെ IFPHന്റെ ഇന്നത്തെ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക്ക് കുട്ടികളുടെ കരച്ചിലും അതിന് നമ്മുടെ ഹോമിയോപ്പതി മരുന്നുകളുടെ പ്രതിവിധിയുമാണ്. അപ്പോൾ ചർച്ചയ്ക്ക് താല്പര്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. തീർച്ചയായും നമുക്ക് തുടങ്ങാം. ഇന്ന് ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നതുകൊണ്ടാവാം ഇന്ന് പാർട്ടിസിപ്പൻസ് അല്പം കുറവാണ്. പക്ഷെ എന്നിരുന്നാലും IFPHന്റെ പരിപാടികൾ നമുക്ക് നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഗസ്റ്റിനെ വെച്ചിട്ടില്ല. നമ്മൾ കുട്ടികളുടെ കരച്ചിലും ഇതിന്റെ സാധ്യതകളും, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം, ഇതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻസ് തരണം, നിങ്ങളുടെ അനുഭവങ്ങൾ പറയണം, നിങ്ങൾ നേരിട്ടുള്ള പ്രതിസന്ധികളും പറയണം. നമ്മൾ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് പരസ്പരം അറിവ് പങ്കുവെക്കാനും അതുപോലെ തന്നെ നമ്മളുടെ സംശയങ്ങൾ തീർക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വിഷയം നമ്മളെല്ലാവരും നമ്മുടെ നിത്യ ജീവിതത്തിലും നിത്യമായിട്ടുള്ള പ്രാക്ടീസിലും അനുഭവിക്കുകയോ അല്ലെ കാണുകയോ ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ സാധാരണ പ്രസവിച്ച് 3 ദിവസം മുതലുള്ള കുട്ടികളെ ചികിത്സിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം പേരുടെ അനുഭവം. കാരണം ഒരു കുട്ടി ജനിച്ച് വീണാൽ തന്നെ ആദ്യം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പൊ പീഡിയാട്രീഷ്യന്റെ അടുത്ത് നിന്ന് വിട്ടു പോന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യം ഒരു ഹോമിയോ ഡോക്ടറെ ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാരും കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. അവരെ പിടിച്ചു കെട്ടിയിടുന്ന പോലെ അവിടെ തന്നെ കെട്ടിയിടുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിന് മാറ്റം ജനങ്ങൾ മാറുന്നത് കൊണ്ട് അതിന് മാറ്റം അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. തീർച്ചയായും നമുക്ക് കുട്ടികളുടെ കരച്ചിലിന്റെ തീർച്ചയായും ഒരു കുട്ടി എന്തുകൊണ്ടായിരിക്കും കരയുന്നത്? സ്വാഭാവികമായിട്ട് ഒരു കുട്ടി കരയുക എന്ന് പറയുമ്പോഴും ആ കുട്ടിക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, കുട്ടിക്ക് വേദനിച്ചിട്ടാകാം, വിശന്നിട്ടാവാം, മൂത്രം ഒഴിക്കാനാകാം, മലവിസർജനം ചെയ്യുന്നതിനാവാം, അതല്ലെങ്കിൽ വയറ്റിൽ ഗ്യാസ് ഉണ്ടായിട്ട് ഗ്യാസ് പുറത്തോട്ട് കളയുന്നതിനാകാം, ആ കുട്ടിക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും നൊന്തിട്ടാവാം, കുട്ടി എന്തെങ്കിലും ശബ്ദം കേട്ട് പേടിച്ചിട്ടാവാം, ഒരു ഉറുമ്പ് കുട്ടിയെ കടിച്ചിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണി കടിച്ചിട്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലും കുട്ടി അത് എക്സ്പ്രസ് ചെയ്യുന്നത് കരച്ചിലൂടെ ആയിരിക്കും. അല്ലെങ്കിൽ വേദന എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് കരച്ചിൽ. അപ്പൊ കരച്ചിലിനെ നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ടോ? കരച്ചിൽ തീർച്ചയായും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്, അതൊരു നെഗറ്റീവ് റെസ്പോൺസ് അല്ല. മഹാശൈല്യം എന്ന് നമ്മൾ വിചാരിക്കുന്നതിന് പകരം ഇതൊരു നല്ല കാര്യമാണ്. കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ജനിച്ച ഉടനെയൊക്കെയുള്ള കുട്ടികളാകുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലും അതുപോലെ തന്നെ മലദ്വാരത്തിലും ചെവിയിലും മൂക്കിലും
കണ്ണിലും ഒക്കെ നോക്കണം. കാരണം കണ്ണിൽ ഒരു വെറും പ്രാണി ഒരു പൊടി വീണാൽ പോലും ചിലപ്പോൾ കുട്ടി കരയും. മൂക്കിനകത്ത് എന്തെങ്കിലും പ്രാണി കയറിയാൽ കരയും. അതുപോലെ തന്നെ എന്തെങ്കിലും പഞ്ഞി കഷ്ണമോ എന്തെങ്കിലും മൂക്കിനകത്ത് കയറിയാലും കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാകും. അതുപോലെ തന്നെ ചെവിയിൽ ഉറുമ്പ് കയറിയാൽ കരയാം. ചെവിയുടെ അകത്ത് എന്തെങ്കിലും വേദന വന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാം. ചിലപ്പോൾ വയറ്റിൽ നിന്ന് മലം വന്ന് അവിടെ മലദ്വാരത്തിൽ ഇരുന്നിട്ട് അത് അകത്തോട്ടും പുറത്തോട്ടും പോകാതെ വരുന്ന ഒരു അവസ്ഥയിൽ കരയാം. അതുപോലെ തന്നെ മൂത്രദ്വാരത്തിൽ മൂത്രം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടിപ്പിൽ അണുബാധ ഉണ്ടായിട്ട് വീർത്ത് കഴിഞ്ഞ് ബലൂൺ വീർക്കുന്ന പോലെ വീർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ചിലപ്പം കൊച്ചു പൊടി കുഞ്ഞുങ്ങളിൽ പോലെ വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള ഒരു ഡിസ്ചാർജ് വരാം. അതിൻ്റെ ഭാഗമായിട്ട് ചൊറിച്ചിലുണ്ടാകാം. അങ്ങനെ വന്നാലും പെൺകുട്ടികൾക്കാണെങ്കിൽ അവിടെ വേദന ഉണ്ടാകാം. അപ്പം ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ കാരണങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഒരു കുട്ടി പ്രായം വെക്കുന്നതനുസരിച്ച് പക്വത വരുന്നതനുസരിച്ച് ഈ കുട്ടിക്ക് വേദന കുറഞ്ഞു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വേദന കുറയുന്നതനുസരിച്ച് ആ കുട്ടിയുടെ റെസ്പോൺസിൽ ഒത്തിരി മാറ്റം ഉണ്ടാകും. പ്രായം കൂടുന്നതനുസരിച്ച് അതായത് 5 വയസ്സുള്ള ഒരു കുട്ടി ഒരു വയസ്സിന് താഴെയുള്ള കുട്ടി കരയുന്നത് പോലെ അല്ല കരയുന്നത്. അതുപോലെ തന്നെ 8 വയസ്സായ ഒരു കുട്ടി 5 വയസ്സ് വരെയുള്ള കുട്ടികൾ കരയുന്ന പോലെ അല്ലായിരിക്കും കരയുന്നത്. എന്നാൽ 5 വയസ്സുള്ള കുട്ടിയും 10 വയസ്സുള്ള കുട്ടിയും 1 വയസ്സുകാരിയെ പോലെ കരയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കാര്യമായ എന്തോ മാനസിക മുറുക്കങ്ങളോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ ഓരോരോ വ്യത്യസ്ത കാരണങ്ങളായിട്ട് കരയുന്ന കുട്ടികളായിരിക്കും നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു കുട്ടി കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, കുട്ടിക്ക് വിശന്നാൽ ആദ്യം കൊടുക്കേണ്ടത് പൊടിക്കുട്ടിയാണെങ്കിൽ അതിന് ബ്രസ്റ്റ് മിൽക്കാണ്. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ കുട്ടി കുടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ കുട്ടിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്. ഒന്നെങ്കിൽ വയറ്റിൽ പ്രശ്നങ്ങളാവാം, വായിൽ പ്രശ്നങ്ങളാകാം, തൊണ്ടയിലാവാം. അപ്പൊ ഇങ്ങനെ നേരെ മറിച്ച് എന്തെങ്കിലും പനിയുള്ള അവസ്ഥയുണ്ടെങ്കിലും കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ സാധ്യത പൊടിക്കുട്ടി മുലപ്പാൽ കുടിക്കാൻ വരെ മടി കാണിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഇതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഹോമിയോപ്പതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കുട്ടി നമ്മുടെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ അത് 3 മാസമാകാം, 2 മാസമാകാം. പക്ഷെ നമ്മുടെ മുമ്പിൽ കുറെ ഇൻഡിക്കേഷൻസ് വരും. ഈ കുട്ടി കരയുമ്പോൾ എങ്ങനെയാണ് കരയുന്നത്? മുമ്പോട്ട് വളഞ്ഞാണോ കരയുന്നത്? പുറകോട്ട് തിരിഞ്ഞാണോ കരയുന്നത്? അതോ ഈ കുട്ടി ഏതെങ്കിലും കമന്ന് കൊച്ചിന്റെ അമ്മ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ തോളിൽ കിടക്കുമ്പോൾ കൊച്ചിന് വേദന കുറയുന്നുണ്ടോ? അതോ കൊച്ചിനെ അമ്മയെടുത്ത് മടിയിൽ കമത്തി കിടത്തുമ്പോൾ വേദന കുറയുന്നുണ്ടോ? ഇങ്ങനെ പല കണ്ടീഷനുകളായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഈ ഓരോ കണ്ടീഷനിലും നമ്മൾ ഏത് മരുന്നാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ധാരണ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് ഇതുപോലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചില കുട്ടികൾ നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ ഭയങ്കര ഒച്ചയിലായിരിക്കും, അടുത്ത വീട്ടിൽ കേൾക്കുന്ന രീതിയിലായിരിക്കും ചില കുട്ടികൾ കരയുന്നത്. അപ്പം സാധാരണ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ലൈക്കോപോഡിയം വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ്. അപ്പം അങ്ങനെ ഉപ്പിയും കരയുന്നതും ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക് കുട്ടി പെട്ടെന്ന് മയങ്ങിപ്പോവുകയും ചെയ്യും. മയങ്ങി കഴിഞ്ഞ് ഉണർന്നാലും ചിലപ്പോൾ പെട്ടെന്ന് അതുപോലെ കരയും. എന്നാൽ സിനയാണെങ്കിലോ, സിന എന്ന് പറയുന്ന ബേബി കരയുന്നതിൻ്റെ ഇടയ്ക്ക് അവന്റെ ദേഷ്യം കൊണ്ട് നമ്മളെ കടിക്കും, കയ്യിലിരിക്കുന്നതിട്ട് തെറിയും, ചിലപ്പോൾ നമ്മുടെ മേത്ത് കൊള്ളത്തക്ക രീതിയിൽ തന്നെ ആയിരിക്കും എറിയുന്നത്. ചമമുല്ല എന്ന് പറയുന്ന മെഡിസിൻ ആണെങ്കിലോ നേരെ തിരിച്ചാണ്. അവൻ കരയും, പക്ഷെ എറിയും, നമ്മുടെ മേത്ത് കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഓരോ രീതിയിലും വ്യത്യസ്തമായ കരച്ചിലുമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കൂടി വരുന്ന ഈ കരച്ചിലിനോടനുബന്ധിച്ച് വരുന്ന കുട്ടികളിലെ മറ്റു രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണോ അതുകൂടെ ഇതിന്റെ കൂടി ശ്രദ്ധിക്കുമ്പോഴാണ് ആ പിക്ചർ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പം സാധാരണ പെട്ടെന്ന് അങ്ങോട്ട് ചൂട് വന്ന് ഒരു കുട്ടി അങ്ങോട്ട് ഭയങ്കരമായിട്ട് കരയുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ബെൽഡോണയെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ആ സമയത്ത് ഇപ്പൊ ഉദാഹരണമായിട്ട് പനി വരുമ്പോഴത്തേക്ക് ചില കുട്ടികൾക്ക് ഭയങ്കര ആദ്യം ചെവി വേദനയായിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ ചെവി വേദന വരുമ്പോൾ ആ കരച്ചിലിന്റെ ഇന്റൻസിറ്റി വെച്ച് ചിലപ്പോൾ അത് ബെൽഡോണ ആവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെൽഡോണ ആ സമയത്ത് ഒരു ഹൈപ്പൊട്ടൻസി ഒരു ഡോസ് കൊടുത്താൽ തന്നെ ചിലപ്പോൾ അതോടെ ആ വേദന കുറയും. അപ്പൊ ചെറിയ രീതിയിൽ ടെമ്പറേച്ചർ കാണിക്കും. പക്ഷെ അതോടെ ആ പനി വരെ ഒറ്റയടിക്ക് ഒറ്റ ഡോസ് കൊണ്ട് മാറി എന്നിരിക്കും. അപ്പൊ ഇങ്ങനെ നേരെ മറിച്ച് പല കുട്ടികൾ പൊടിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സാധാരണ മലമ്പിടുത്തമായിട്ട് വരുമ്പോൾ ലൈക്കോപോഡിയം വണ്ണമോ
അല്ലെങ്കിൽ അതുപോലുള്ള ഏത് മെഡിസിനാണോ നമ്മൾ സാധാരണ പല കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കും എപ്പോഴാണ് കരച്ചിൽ? അയ്യോ ഡോക്ടറെ അത് പറയണ്ട, ഇന്നലെ കൊണ്ടുപോയി വാക്സിനേഷൻ എടുത്തു, അതിന് ശേഷമാണ് കരയാൻ തുടങ്ങിയത്, അവന് വയറ്റിന്നും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുന്ന സ്റ്റേജുകളിൽ നമുക്ക് ആന്റിഗ്ലോഡോ സൈലീഷ്യോ ഏതാണോ ആ കുട്ടിയുമായിട്ട് ചേരുന്നതെന്ന് തോന്നും. അപ്പൊ നമ്മൾ വായിൽ നോക്കിയാൽ ചിലപ്പോൾ നല്ല കോട്ടർ ടാങ്ക് കാണും. ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് അതനുസരിച്ചാണ് ആന്റിഗ്ലോഡിലോട്ട് പോകാവുന്നത്. അപ്പൊ ഓരോ സ്റ്റേജിലും വ്യത്യസ്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. പക്ഷെ നമുക്ക് ഒരു കുട്ടിക്ക് ഇതുപോലെ കരഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വയറ് പൊത്തിപ്പിടിച്ചായിരിക്കും. അപ്പൊ നമ്മൾ പൊത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗമാണെന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഈ വലത്തെ സൈഡില് ഒടുവിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും കുട്ടി. അപ്പം നമുക്കറിയാം പൊക്കിളിന്റെ ഒരു സൈഡിലായിട്ട് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആകാം. എന്നാൽ അതിനോടൊപ്പം വയറ് കൂടുതൽ വീർത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കുട്ടിയുടെ അകത്ത് നീർക്കെട്ട് കാണുന്നുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ കാലിനും മുഖത്തും ഒക്കെ നീര് കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എന്തോ വയറ് സംബന്ധമായ പ്രശ്നത്തിനോടനുബന്ധിച്ച് അസൈറ്റീസ് പോലുള്ള എന്തോ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളെ ഇങ്ങനെ കരച്ചിലായിട്ട് വരുമ്പോഴും നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യണം. ഇതിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ബ്ലഡ് പരിശോധിക്കണം. അതില് പ്രധാനമായിട്ടും നമ്മൾ ബ്ലഡ് പരിശോധിക്കുന്ന കൂട്ടത്തിൽ CRP നോക്കണം. അത് നോക്കുമ്പോൾ കൂടുതലായിട്ടുള്ള സിവിയർ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ വളരെ കൂടുതലായിട്ട് CRP ലെവൽ കൂടുന്നതായിട്ട് കാണാം. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ESR ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോഴായിരിക്കും ചില കുട്ടിക്ക് തുടക്കത്തിൽ ഭയങ്കര വേദന, പക്ഷെ അത് കഴിഞ്ഞാൽ അവന് വേദനയില്ല. അപ്പൊ നമുക്ക് ലൈക്കോപ്രോഡിയം ചിന്തിക്കാവുന്നതാണ്. എന്നാൽ ചില കുട്ടികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും മൂത്രം ഒഴിച്ച് തുടക്കം മുതൽ തീരുന്നവരെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാൻതാരിസിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ മൂത്രം ഒഴിക്കുന്ന തുടക്കത്തിലൊന്നും ഇല്ല ഡോക്ടറെ, മൂത്രം ഒഴിച്ചങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കരച്ചിലും ബഹളമാണ്. അവിടെ നമുക്ക് സരസപ്പാരളെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ മെഡിസിനൽ ആസ്പെക്റ്റും ഓരോ കരച്ചിൽ കൊണ്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ വളരെ പ്രാധാന്യമുള്ളതാണ്. എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കരച്ചിലിനെ കുറിച്ച് കുട്ടികളുടെ കരച്ചിൽ വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാം. എന്ന് മാത്രമല്ല ആ ഡോക്ടറുടെ എന്തോ മാജിക് മരുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് ആ ഒരു ഡോസ് മരുന്ന് അങ്ങോട്ട് കൊടുത്തപ്പോൾ തൊട്ട് കുട്ടി വളരെ ശാന്തമായി. അപ്പൊ ഇന്നലെ തന്നെ എനിക്ക് ഒരു കേസ് വന്നു. വൈകിട്ട് ഭയങ്കര കരച്ചിലുമായിട്ട് വന്നതാണ്. കരച്ചിലുമായിട്ട് വന്ന കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഛർദി. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഈ കുട്ടി ഭയങ്കര കരച്ചിലുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ വീട്ടിൽ വന്നപ്പോ വയറ് തൊട്ട് ശരിക്ക് തടിച്ചിരിക്കുകയാണ്. അപ്പൊ തന്നെ ഒരു പനി ആയിട്ടിരുന്ന കുട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് കുട്ടി അരക്കണ്ണ് വെച്ചാണ് കിടക്കുന്നത് എന്നുകൂടി ഒരു ക്ലൂ കിട്ടി. പിന്നെ ഞാൻ ലൈക്കോപോഡിയം കൊടുത്തു. അപ്പൊ തന്നെ ആ ക്ലിനിക്കിൽ ഇരുന്ന് ആ മരുന്ന് ചെന്നൊരു 2 മിനിറ്റ് കഴിയുന്നതിനകം തന്നെ കുട്ടി അത് മുഴുവൻ അങ്ങ് ഛർദ്ദിച്ച് കുട്ടി വളരെ പ്ലസന്റ് ആയിട്ട് പോയി. അപ്പൊ അത്ര പെട്ടെന്നാണ് നമ്മുടെ മെഡിസിൻ വർക്ക് ചെയ്യുന്നത്. ആ നെഗറ്റീവ് ആയിട്ടുള്ള സാധനത്തിനെ പുറത്തോട്ട് കളഞ്ഞോടി ബോഡി എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മളെ മെഡിസിന് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞ 1-2 പ്രാവശ്യം കൂടി ഛർദ്ദിച്ചാലും പേടിക്കണ്ട. അപ്പൊ ഇത്ര വേഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി. ഇത്രയാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇനി മറ്റുള്ളവരെല്ലാവരും നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. ഇന്ന് പാർട്ടിസിപ്പൻസ് അല്ലെ കാര്യങ്ങൾ പറയാനുള്ള ആൾക്കാർ കുറവായത് കണ്ടതിനാലാണ് ഞാൻ ഇത്രയും ദൈർഘ്യമേറിയ ഒരു സംസാരം നടത്തിയത്. ദേവൻ ഡോക്ടറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സംസാരിക്കാൻ തയ്യാറുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ലേഡി ഡോക്ടർമാരെല്ലാവരും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതിനെ കൊണ്ടുപോവാം. ആരും ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല. ഹിബർട്ട് ഡോക്ടർ ഒന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചാൽ ഡോക്ടറുടെ അനുഭവങ്ങളും ഡോക്ടറിന്റെ സാധ്യതകളും. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ഞാൻ കുട്ടിയായ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അച്ഛൻ പറഞ്ഞ് കേട്ടാണ്. അപ്പോൾ അച്ഛനെ പറയുകയുണ്ടായി, ഒരിക്കൽ ഭയങ്കര നിലവിളിയായിട്ടൊരു കുട്ടി വന്നു. കുട്ടിയെ കിടത്തിയിരിക്കുകയാണ്.
അപ്പം അച്ഛനിങ്ങനെ നോക്കി തീർന്നപ്പോൾ ഈ കൊച്ച് ചെവിയിലിങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നു, ചെവിക്ക് അകത്ത് കൈയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ അച്ഛൻ ചമോമില കൊടുത്തു. അന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ചമോമില കൊടുത്ത ഉടനെ തന്നെ ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ശാന്തമായിട്ട് കിടന്നുറങ്ങി, കരച്ചിലൊക്കെ മാറി. ഡോക്ടർ ഇത് കൊച്ചിലെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ ഇതുപോലുള്ള കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ പൊതുവെ ചമോമില വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചമോമില കൊടുത്ത് തീരുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തുന്നതായിട്ട്. പിന്നെ ബാക്കിയുള്ള നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ മറ്റേ കേസ് എന്ന് പറയുന്നത് ഈ കൊച്ചു കുട്ടികൾക്ക്, പാല് കുടിക്കുന്ന കുട്ടികൾക്ക് സാധാരണ വരുന്ന ഒരു പ്രശ്നമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പാല് കുടിച്ചിട്ടിരുന്നാൽ ചിലവർ എടുത്ത് തട്ടണമെന്ന് സാധാരണ പറയാറുണ്ട്. തട്ടുക എന്ന് പറഞ്ഞാൽ ചിലരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എടുത്ത് നേരെ തോളി കിടത്തിയിട്ട് അടിക്കും, എല്ലാം കൂടെ കുട്ടി ഛർദ്ദിക്കും. അത് അറിയാതെ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. സാധാരണ പാല് കൊടുത്തിരുമ്പോൾ കുട്ടികൾക്ക് നേരെ ഗ്യാസ് ഭയങ്കരമായിട്ട്, അതിൻ്റെ ഇടയിൽ ഗ്യാസ് ഇരുന്നിട്ട് വയറ് വീർത്തിട്ട് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിരുന്നാൽ പയ്യെ കുറച്ച് പാല് കൊടുത്തിട്ട് പയ്യെ ഒന്ന് തടവി കൊടുക്കുക, മുതുകൊന്ന് തടവി കൊടുക്കുക. മുതുക് തടവി കൊടുത്തിരുന്നതിന് ശേഷം ചെറുതായിട്ട് നമ്മളൊരു കുപ്പിക്കകത്തോട്ട് കുറച്ച് പൊടി തട്ടി ഇടുന്നത് പോലെ പയ്യെ തട്ടി കൊടുത്തിരുന്നുണ്ട്. പയ്യെ കുട്ടികൾ 1-2 ഗ്യാസ് പൊയ്ത്തിരുമ്പോൾ, വെളിയിൽ പൊയ്ത്തിരുമ്പോൾ കുട്ടികൾ ശാന്തമാകാറുണ്ട്. അപ്പം ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വന്നു തീർന്നാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ ഈ വേദനയാണ് കൂടുതലും ഉണ്ടാകുന്നത്. ആ കുട്ടികൾക്ക് നമ്മൾ കൂടുതലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ പറഞ്ഞതുപോലെ ചില മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ മെട്രിയമെഡിക്ക് പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ്, 3 തരം ഗ്യാസ് ഫോർമേഷനാണ് പറയുന്നത്. ഒന്ന് അപ്പർ അബ്ഡോമൻ ഗ്യാസ്, ഹോൾ അബ്ഡോമൻ ഗ്യാസ്, ലോവർ അബ്ഡോമൻ ഗ്യാസ്. അപ്പർ അബ്ഡോമന് സാധാരണ കാർബോഹൈഡ്രേറ്റ്സ്, ഹോൾ അബ്ഡോമന് നമ്മൾ ചൈന, ലോവർ അബ്ഡോമന് നമ്മൾ ലൈക്കോപോഡിയം. ഈ മരുന്നുകളൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നെന്ന് പറയുന്നത് നെക്സോമിക്കാണ്. വളരെ പ്രധാനമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഒരിക്കൽ കുറച്ച് നാൾക്ക് മുമ്പ് ഞാനത് 1-2 പ്രാവശ്യം ഇവിടെ ഷെയർ ചെയ്തതാണ്. ഒരു 15-16 വയസ്സായ ഒരു കുട്ടിയാണ്, 16 വയസ്സായ പയ്യനാണ്. ഇവനെ ഞാൻ കൊച്ചിലെ മുതൽ ചികിത്സിക്കുകയാണ്. എന്ന് വെച്ചാൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ചികിത്സിക്കുകയാണ്. ഒരു 2 വയസ്സ് മുതലേ ഞാൻ ചികിത്സിക്കുന്നുണ്ട്. ഒരു ദിവസം ഇവൻ വന്നിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കിടന്ന് വയറും ഇങ്ങനെ പിടിച്ച് കിടന്ന് ഊരുണ്ട് മറിഞ്ഞ് തലവ് തന്നെ മറിയാണ്. അപ്പോൾ ഇവൻ്റെ നിലവിളി കേട്ടിട്ട് ആൾക്കാരും ഒക്കെ എല്ലാവരും നോക്കുകയാണ്, പുറത്തുനിന്നവരൊക്കെ നോക്കുകയാണ്. രാവിലെയാണ് എന്നെ വിളിച്ചിട്ട് ഇവർ ഫോൺ ചെയ്ത് വിളിച്ച് ഞാൻ വന്നത്. അപ്പോൾ കണ്ട് ഇവനെ വയറിനൊന്ന് തൊടാൻ പോയത്, എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിങ്ങനെ തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവൻ അവിടെ മറിയുകയാണ്, കിടന്ന് പാമ്പ് കിടന്ന് മറിയുന്ന പോലെ മറിയുകയാണ്. അപ്പോൾ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ ഞാൻ അങ്ങ് സത്യം പറഞ്ഞിരുന്നാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു. മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഇവൻ്റെ നിലവിളിയും ബഹളമൊക്കെ കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇൻഡിസെഷനെ പോലെ അങ്ങനെ കുടല് ചുരുങ്ങുക, ഈ മറിയുകയോ ചുരുണ്ടു പോവുകയോ അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ് എന്ന് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ നടുക്കാണ്, വയറിൽ പിടിച്ചിട്ടാണ് ഇവൻ കിടന്ന് പെട്ടിക്കുന്നത്. മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ ഇവൻ്റെ പൊസിഷൻ കണ്ടപ്പോൾ ഇവൻ്റെ നിലവിളി, അയ്യോ വേണ്ട എന്നെ വിടുമെന്നും പറഞ്ഞിട്ട് ഇവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് എല്ലാം കൊണ്ടുപോകും, അത്യാസന്ന തന്നെയാണ്, വല്ലതും ആയിരിക്കാമെന്ന് ഞാൻ സംശയിച്ചു. പോയൊരു 10-11 മണിയായപ്പോൾ ഞാൻ ഇവൻ്റെ ഫോൺ നമ്പറുണ്ട്, ഞാനൊന്ന് വിളിച്ചു, എന്തായി. ഇത് രാവിലെ ഒരു 8 മണി 7 മണി 7:30 ആവത്തേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ സാറേ അത് കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി, മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവർ ഇരയ്ക്കുള്ള മരുന്ന് കൊടുത്തോടുകൂടി അവൻ കൂളായിട്ട് ഇതോ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞത് ഞാൻ വിചാരിച്ച അക്യൂട്ട് അബ്ഡോമൻ പോലെയുള്ള എന്തോ കണ്ടീഷനാണ്, ഭയങ്കര സീരിയസ് ആണെന്നുള്ള കണ്ടീഷനിൽ. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ സിനോ കൊടുത്തിരുന്നെങ്കിൽ അവൻ കഴിക്കാനായിട്ട് അവൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് തന്നെ അവൻ സ്ഥലം വിട്ടു. അവൻ്റെ നിലവിളി അത്രയും ഭയങ്കര നിലവിളിയായിരുന്നു. 10-15-16 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവർ വിരയ്ക്കുള്ള മരുന്ന് കൊടുത്തിരുന്നോളം തന്നെ ആ കുട്ടി ശാന്തമായി
അങ്ങനെ പലപ്പോഴും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ചില അക്യൂട്ട് കേസുകളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നിരുന്നാലും നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്കോപോഡിയം വളരെ എഫക്റ്റീവാണ്. ഈ വയറിൻ്റെ അടിഭാഗത്ത് ലോവർ അബ്ഡോമനിൽ വരുന്ന പെയിനുകൾ ലൈക്കോപോഡിയം വളരെ എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഈ കാർബോവേജ് നമ്മൾ പറഞ്ഞു, കാർബോവേജ് കൊണ്ട് ആശ്വാസം തോന്നാറുണ്ട്. പിന്നെ ഇതിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ ക്രോണിക് കേസുകളിൽ നമുക്ക് എങ്ങനെ വരാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത കേസായിരിക്കാം. ഒരിക്കൽ എനിക്കൊരു കേസ് വന്നു. ഇന്നത്തെ പ്രശ്നം ഇതാണ്. അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം വയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ധനേഷ് ഡോക്ടർ പറയുകയുണ്ടായി എന്തൊക്കെയാണ് സാധ്യതകളെന്നുള്ളത്. നമ്മൾ ശോഭന ഡോക്ടർ എത്തിയിട്ടുണ്ട്, മുഖം കണ്ടിട്ടുണ്ട്. ശോഭന ഡോക്ടർ ഒന്ന് സംസാരിക്കാമോ? ഡോക്ടർ അനുഭവങ്ങൾ ഒന്ന് പറയാമോ? അക്യൂട്ട് അബ്ഡോമൻ ചികിത്സിച്ച കേസിൽ അഡ്മിറ്റ് ചെയ്തോളൂ ഡോക്ടർ. ആ, പാലൊക്കെ കുടിച്ചിട്ട് ദഹിക്കാതെ വരുവാണെങ്കിൽ വയറുവേദനയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് എത്തൂസ നല്ലതാണ്. കേക്കാവോ? കേൾക്കാം ഡോക്ടർ, കേൾക്കാം. പിന്നെ മൂത്രം ഒഴിക്കുന്നതിന് മുമ്പേ ഒക്കെ വേദന വരും, ഭയങ്കര അസ്വസ്ഥതയൊക്കെ കാണിക്കുവാണെങ്കിൽ അതിന് പിള്ളേർ കരയാറുണ്ട്. അതിന് ബോറാക്സ് നല്ല മെഡിസിനാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പഴയ അനുഭവങ്ങളും എല്ലാം കൊണ്ട് പറയാം. പഴയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് അങ്ങനെ രോഗികളെ ഒന്നും ഇങ്ങനെ ഓർക്കുന്നൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള കേസ് വന്നപ്പോ മരുന്ന് കൊടുത്ത് മാറിയിട്ടുള്ളതാണ് ഈ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടൊക്കെയാണ് കരച്ചില്, പിള്ളേർ ഭയങ്കര കരച്ചിലായിട്ടൊക്കെ വരുവാണെങ്കിൽ കൽക്കേരിയ കൊടുത്ത് മാറിയിട്ടുണ്ട്. കൽക്കേരിയ കാർബ്. പിന്നെ നിർത്താതെ ചിലപ്പോ ചില പിള്ളേർ കരയും. അപ്പൊ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, അതിനെന്തോ വിമ്മിഷ്ടം പോലെയൊക്കെയുള്ള ഒരു കേസാണ്. പക്ഷെ ആന്റിൻറ്റാർട്ട് കൊടുത്തപ്പോഴാണ് അത് മാറിയത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പിന്നെ വേറെ അങ്ങനെ ഇതുമായിട്ടുള്ള കേസുകളൊന്നും അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. പറഞ്ഞായിരുന്നല്ലേ ഞാൻ, പാല് കുടിച്ചിട്ട് നല്ലപോലെ ഡൈജഷൻ നടന്നില്ലെങ്കിൽ എത്തൂസയാണെന്നുള്ളത്. വേറെ അങ്ങനെ അനുഭവത്തിലൊന്നും വന്നിട്ടില്ല. എന്താ ജയലളിത ഡോക്ടർ സംസാരിക്കാനായിട്ട്? യെസ് ഡോക്ടർ. സാധാരണ കുട്ടികൾ കരഞ്ഞില്ലെങ്കിൽ, പ്രസവിച്ച ഉടനെ തന്നെ കരയണം എന്നുള്ളതാണ് ശരിക്കും. എന്നാൽ അവരുടെ ശ്വാസം ബിഗിൻ ചെയ്യണത് ആ കരയുമ്പോഴാണ്. അവിടെ നിന്നാണ് ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത്. കരഞ്ഞില്ലെങ്കിൽ കരയിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കൊച്ചു കുട്ടികൾ, ഇപ്പൊ മെക്കോണിയം അത് പോയിട്ടില്ലെങ്കിൽ അങ്ങനെ നമുക്ക് നല്ല നല്ല മെഡിസിൻസ് ഉണ്ട് അതിന്. പിന്നെ വന്നിട്ട് ഫുൾ ടൈം ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കണം, എടുത്തോണ്ട് നടക്കണം, കരച്ചിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ രാത്രിയൊക്കെ എൻ്റെ അടുത്ത് കേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാതിരാക്കൊക്കെ ചിലപ്പോൾ കൊണ്ടുവരും, 12 നിലവിളിച്ചുകൊണ്ട് വഴി നീളം നിലവിളിച്ചുകൊണ്ട് വരുന്ന എല്ലാവർക്കും മനസ്സിലാവും. നമ്മളത് നല്ലപോലെ നോക്കി ആ ചെവി പിടിച്ചിട്ട് ആദ്യം പിന്നെ പിടിച്ചൊന്ന് പൊക്കണം. ചെവിയുടെ പിന്നെ പിടിച്ച് പൊക്കി കഴിയുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സാധാരണ ഞാൻ കൊടുത്തിട്ടുള്ളത് ചമോമിലാണ്. ആ ചമോമില കൊടുത്ത ആ കുട്ടി നല്ല റിലീഫ് ആവും, പോവുകയും ചെയ്യും. പക്ഷെ നെക്സ്റ്റ് ഡേ അവർ റിസൾട്ട് അറിയിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. അത്യാവശ്യത്തിന് നമ്മൾ വേണം, അത് കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യന്റിനെ ആ സൈഡിലോട്ട് ചിലപ്പോൾ കാണാം, ചിലപ്പോൾ കാണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മെഡിസിൻസ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് സിപ്രിപീഡിയം പിന്നെ മറ്റേ ജാലപ്പ പറയണെങ്കിൽ നൈറ്റിലാണ് കൂടുതൽ പെയിൻ വരുന്ന, സ്റ്റൊമക്ക് പെയിനും ഉണ്ടാവും, ഒരു ഡയറിയ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. പകല് മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കും കുട്ടി. രാത്രി ആകുമ്പോൾ കുട്ടിക്ക് വയറുവേദന ശക്തിയായിട്ട് വരും, വയറ്റിന്ന് ഇങ്ങനെ ലൂസായിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ജാലപ്പ കൊടുക്കാം. നേരെ വിപരീതമാണ് സിപ്രിപീഡിയ എന്ന് പറഞ്ഞ മെഡിസിൻ. അത് രാത്രി മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കും, പകല് ഉറങ്ങുകയും ചെയ്യും.
പിന്നെ വരുന്ന കൊച്ചുകുട്ടികൾ കൊണ്ടുവന്ന് ഭയങ്കര കരച്ചിലെടുത്തിട്ട് കരഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് പുറകിലോട്ട് വളയണ കേസ് ആണെങ്കിൽ നമ്മൾക്ക് ഡയാസ്കോറിയം കൊടുക്കാം. നേരെ ഫ്രണ്ടിലേക്കാണ് വളയണ, വയറ് കൊണ്ടുവന്ന് നമ്മളുടെ തോളത്ത് കുട്ടിനെ കിടക്കുമ്പോൾ വയറ് അമർത്തി പിടിച്ച് കുറയുകയാണെങ്കിൽ നമുക്ക് കൊളോസിന്റം കൊടുക്കാം. അങ്ങനെ സിംറ്റംസ് നോക്കി നോക്കി ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഹോമിയോപ്പതിയിലാണ് ഏറ്റവും നല്ല മെഡിസിൻസ് ഇതിനൊക്കെ ഉള്ളത്. അലോപ്പതിയേക്കാളും കൂടുതലും നമ്മളുടെ ഹോമിയോപ്പതിയിലാണ് നല്ല നല്ല മെഡിസിൻസ് ഉള്ളത്. ഓക്കെ, താങ്ക് യു. ഇനി വേറെ ഡോക്ടർ അല്ല, ശോഭ ഡോക്ടർക്ക് സ്വന്തമായിട്ട് സംസാരിക്കാവോ? സംസാരിച്ച സംസാ ഡോക്ടർ പറഞ്ഞു. നമ്മുടെ ഷീല ഡോക്ടറുണ്ട്. ഷീല ഡോക്ടറെ, കൊച്ചിയിലുള്ള ഷീല ഡോക്ടർ അല്ലേ ഇത്? ഷേണായി ഡോക്ടറെ ഒന്ന് സംസാരിക്കാവോ? ഡോക്ടറുടെ അനുഭവങ്ങൾ ഒന്ന് പറയാവോ? ഡോക്ടർ ഒന്ന് ഓപ്പൺ ചെയ്യ്, ഒന്ന് സംസാരിക്കും. വീഡിയോ ഓപ്പൺ ആക്കിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡോക്ടറുടെ അനുഭവങ്ങൾ ഒന്ന് സംസാരിക്കൂ. ഡോക്ടർ ഷേണായി എം.എ. അൺമ്യൂട്ട് ചെയ്യ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാതെ. ധൈര്യപൂർവ്വം ഒന്ന് ഞെക്ക്. ഷഫീഖ് ഡോക്ടർ ഉണ്ടല്ലോ, ഷഫീഖ് ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യാവോ? വേറെ ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഹാൻഡ് റൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഹിബ ഡോക്ടർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. നമ്മൾ സാധാരണ പനി വരുന്നത്, സാധാരണ കൊച്ചുകുട്ടിക്ക് ചിലപ്പോൾ ഈ പനി വരുന്നത് ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും വേർപെട്ട് നിൽക്കുന്ന സമയത്ത് ചില കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പനി വരും. നമ്മൾ ശ്രദ്ധിച്ചു തീർന്നാൽ പനി വന്നു തീർന്നാൽ അത് കുറയത്തില്ല. ഒരുമാതിരി കേസുകളിലൊന്നും തന്നെ അത് കുറയാറില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കത്തില്ല, നമ്മൾ ഇതാണ് പ്രശ്നമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇന്ന പ്രശ്നം കാരണമാണ് എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ അപ്പോഴാണ് നോക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടർ കൊണ്ട് ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പനിക്ക് സാധാരണ നിലയിൽ ആ ശരിക്കും മാതാപിതാക്കളെ തിരിച്ച് കണ്ടു തീർന്നാൽ, അതിലാരെങ്കിലും പിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കണ്ടു തീർന്നാൽ ആ പെട്ടെന്ന് മാറും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കേസുകൾ നമുക്ക് അക്കണൈറ്റ് വളരെയേറെ യൂസ്ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. അക്കണൈറ്റും ജെൽസിമിയോ ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അത് നേരത്തെ പറഞ്ഞതുപോലെ ചെവി വേദനയ്ക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ സാധാരണ ബെൽഡോണയും ചമോമില്ല, പിന്നെ ചിലപ്പോൾ വേറൊരു പെയിനുള്ള ഒരു കേസുണ്ട്. ചെവിക്കകത്ത് ഭയങ്കരമായിട്ടുള്ള പെയിൻ വരും, ചെവിക്കകത്ത് പരുക്കൾ വരും. അവിടെ വന്നിരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചിരുന്നാൽ ചെവിക്കകത്ത് ഈ അവിടെ മസിലില്ല, സ്കിന്ന് ഡയറക്റ്റ് ആണ്, ബോണും സ്കിന്നും ആണുള്ളത്. അപ്പം അതുകൊണ്ട് കുരുക്കൾ വന്നു തീർന്നാൽ ഭയങ്കരമായിട്ടുള്ള പെയിനാണ്. അതിന് ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത്, ഒരു മരുന്ന് പറഞ്ഞിട്ടുള്ളത് കൽക്കേറിയ പിക്രേറ്റയാണ്. കൽക്കേറിയ പിക്രേറ്റ വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിനാണ്. വേറെ ഒരു മരുന്നിലും സാധാരണ കുറയത്തില്ല. സാധാരണ ഹെപ്പാസൽഫ അത് ഇതെല്ലാം നമ്മൾ കൊടുത്താലും കുറയാത്തടുത്ത് ഇത് കൽക്കേറിയ പിക്രേറ്റ നമ്മൾ ഉപയോഗിച്ച് തന്നാൽ വേദന കുറയാറുണ്ട്. ആ പസ് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഈ സമയത്ത് നമ്മൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് മുള്ളൻ ഓയിൽ ഉപയോഗിക്കാം. മുള്ളൻ ഓയിൽ നമ്മൾ ചെവിക്കകത്ത് ചെവിക്കായമൊക്കെ വന്നിരുന്നതിന് ശേഷം മുള്ളൻ ഓയിൽ ഉപയോഗിക്കാം. മുള്ളൻ ഓയിലിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഈ നമ്മൾ ഡ്രോപ്സ് കൊടുക്കുമ്പോൾ മുള്ളൻ ഓയിലിനോടൊപ്പം വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ഒന്ന് ഇത് കൽക്കേറിയ പിക്രേറ്റ് ചമോമിൻ്റെ കൂടെ ഒക്കെ ഈ ഇയർ ഡ്രോപ്പിനകത്ത് വേണമെങ്കിൽ നമുക്ക് കൊടുത്തിരുന്നാൽ പെട്ടെന്ന് പെയിൻ കുറയും. ഏതാനും മിനിറ്റുകൾക്കകത്ത് തന്നെ സാധാരണ നിലയിൽ കുറയാറുണ്ട്. ആ ഇയർ ഡ്രോപ്പിൽ നമ്മൾ മുള്ളൻ ഓയിൽ, അക്നൈറ്റ് ജയലളിത ഡോക്ടർ പറയാണ് അക്നൈറ്റ് ബെസ്റ്റ് ഫോർ അക്യൂട്ട് ചെവി വേദന ഒണ്ണം. അപ്പോൾ നമ്മൾ ഈ ചില മെഡിസിൻസ് നമുക്ക് അതേ സമയത്ത് തന്നെ നമുക്ക് ഇതായിട്ട് ഉപയോഗിക്കാം. ഇയർ ഡ്രോപ്സിനകത്തും ഉപയോഗിച്ച് തീർന്നാൽ
നല്ല റിലീഫ് റിലീഫ് കാരണം ആ മാനേജ് ചെയ്യുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ബിന്ധ്യ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഡോക്ടറെ, ഈ പറഞ്ഞത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മുള്ളൻ ഓയിലില് ചമോമില്ല 30 ഒരു ഡ്രോപ്പ് ഇട്ട് ചെവിയിൽ ഒഴിക്കാൻ പറയാറുണ്ട്. നല്ല എഫക്റ്റീവ് ആണ് ഈ രാത്രിയിലൊക്കെ വരുന്ന ചെവി വേദനയ്ക്ക്. പിന്നെ അതിന്റെ കൂടെ ഞാൻ കൊടുക്കണ മെഗ്സോൾ 1 ആണ്. അത് വെള്ളത്തിലിട്ട് സ്പൂൺ വെച്ച് 10 മിനിറ്റ് ഇടവിട്ട് ഓരോ സ്പൂൺ അങ്ങനെ. ഈ രാത്രിയിലത്തെ ചെവി വേദനയ്ക്ക് മെഗ്സോൾ 1 പിന്നെ ഈ മുള്ളൻ ഓയിൽ ബാഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ഡ്രോപ്പ് ചമോമിലയും കൂടി ഇട്ട് അങ്ങനെ ചെവിയിൽ ഇടാൻ പറയാറുണ്ട്. നല്ല എഫക്റ്റീവ് ആണ്. പിന്നെ ഈ കുട്ടികളെ കരച്ചിൽ കൂടുതൽ വരുന്ന ഡയപ്പർ റാഷ് ഉണ്ടെങ്കിൽ മെഡോറിനം നല്ല മെഡിസിൻ ആണ്. അവർക്ക് ആനസിന്റെ ഭാഗത്തൊക്കെ നല്ല റെഡ്നെസ് ആയിട്ടുണ്ടെങ്കിൽ മെഡോറിന് 1 ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ആ റെഡ്നെസ് ഒക്കെ മാറിയിട്ട് സ്കിൻ പഴയതുപോലെ സ്മൂത്ത് ആയിട്ട് വരും. പിന്നെ ഈ ബോട്ടിൽ ഫെഡ് ബേബീസ് ഒക്കെ ആണെങ്കിൽ അലൂമിനിയം ഒക്കെ കൊടുക്കാറുണ്ട്. കോൺസ്റ്റിപ്പേഷനും കൂടെ ഉണ്ടെങ്കിൽ അലൂമിനിയം ബ്രയോണി ഒക്കെ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത്രയാണോ ഉള്ളത്? താങ്ക് യു ഡോക്ടർ. പിന്നെ വേറൊരു കേസ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് കൃമിശല്യമാണ്. കൃമിശല്യത്തിന് സാധാരണ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാം വരുന്ന ഒരു സംഗതിയാണ്. വളരെ എല്ലാവർക്കും അറിയാവുന്ന മരുന്ന് തന്നെയാണ് ടുക്രിയം. ടുക്രിയം രണ്ടിടത്തും ഉപയോഗിക്കാം. കൊച്ചുകുട്ടിയൊക്കെ ആകുമ്പോൾ ആനസിനകത്തും വേണമെങ്കിൽ ടുക്രിയം വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ എരിച്ചിലുണ്ടാവും, അത് നോക്കാം. അതേസമയത്ത് തന്നെ ടുക്രിയം കൊടുത്തു തീർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ടുക്രിയം സൾഫറും 2 മെഡിസിൻ ഒരു 10, 15, 20 ഡ്രോപ്സ് ഒക്കെ ഇട്ട് നമ്മൾ കൊടുത്തു തീർന്നാൽ ഇതുവരും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ആനസിലും തന്നെ നമ്മൾ ചിലപ്പോൾ എക്സ്റ്റേണലായിട്ട് വേണമെങ്കിലും ഒഴിച്ചു തീർന്നാലും ആ സമയത്ത് തന്നെ ഇത്തിരി റിലീഫ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കേസുകളുണ്ട്. അത് മാനേജ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നല്ല പനി, നല്ല കടുത്ത പനിയൊക്കെ വരുന്ന സമയത്ത്, പനി വരുമ്പോൾ ബോഡി പെയിൻ ഉണ്ടാവുമല്ലോ. പൊതുവെ നല്ല ബോഡി പെയിൻ, ത്രോട്ട് പെയിനും ബോഡി പെയിനും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ മെർസോള് കൊടുക്കാം, കൽക്കേറിയ കാർബ് കൊടുക്കാം, പിന്നെ ബെറൈറ്റ കാർബ് വളരെയേറെ തൊണ്ടവേദന ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കൊടുക്കാം. അതൊക്കെ പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരാറുണ്ട്. ആരെങ്കിലും ഉണ്ടോ? പുതിയ അല്ലെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെയൊക്കെ അറിവുകളോടെ പങ്കുവെക്കുമ്പോഴാണ് നമ്മളൊരു സൂപ്പർ സെഷൻ ആകുന്നത്. കാരണം ഇത് ഒരു എത്ര ചെറിയ ആളിനും നിങ്ങൾ നൽകുന്ന ഒരു അറിവ് ചിലപ്പോൾ വലിയൊരു അറിവായിരിക്കും. അതുകൊണ്ട് ഇവിടെ വലിയ വലിയ ഡോക്ടർമാരാണ് അല്ലെങ്കിൽ പ്രായമുള്ളവരാണ്, അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുകയും നിങ്ങളുടെ അനുഭവങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നമുക്കത് കോർത്തിണക്കി പുതിയൊരു തലമുറയ്ക്കുള്ള ഒരു സമ്മാനമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. നമ്മുടെ വീഡിയോസ് എല്ലാം ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സലിംകുമാർ ഡോക്ടർ വന്നിട്ടുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എവിടെയാ ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നില്ല? ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തു ഡോക്ടറെ. സലിംകുമാർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഡോക്ടറെ കാണുന്നില്ലല്ലോ. അൺമ്യൂട്ട് കൊച്ചുങ്ങള് രാത്രിയിലെ ഹലോ പറഞ്ഞു. ഹലോ ഹലോ സലിംകുമാർ ഡോക്ടർ വന്നിട്ടുണ്ട്. സോറി ഫോർ ബീയിങ് നോട്ട് വിസിബിൾ. ഇതിൽ ഞാനിപ്പോൾ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ IFPHന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും വീണ് കിട്ടിയ കുറച്ചൊരു വിലപ്പെട്ട ഇതായിരുന്നു. ഒരു ക്ലാസ്സിൽ ഒരു ഡോക്ടർ ആ ഒരു ഒറ്റ വിഷയത്തിന് വേണ്ടി മാത്രം ഒരു ദിവസം ക്ലാസ് എടുത്തു. അദ്ദേഹം മലയാളി അല്ല, ഇംഗ്ലീഷിന്റെ. അതിൽ അദ്ദേഹം പറഞ്ഞത് ആ ഇച്ചിങ് ഇൻ എയ്നസിന് ഒരു ഒറ്റ മെഡിസിനെ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓർക്കുണ്ടാവോ? അതിൽ കൽക്കേരിയ ആഴ്ച, അത് വളരെ വണ്ടർഫുൾ ആണ്. അത് ശാരദാ കൃഷ്ണയിലെ ഏതൊരു സാറാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, തോന്നണം. അത് വളരെ എഫക്റ്റീവ് ആണ് ഡോക്ടറെ. വളരെ എഫക്റ്റീവ് ആണ്. അത് വളരെ എഫക്റ്റീവ് ആണ്. അത് അതിനുശേഷം പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല വേറെ ഒന്നിലും.
ഡോക്ടർ ശിശിർ ആ ഡോക്ടർ ശിശിർ, അത് ശിശിർ തന്നെ, അത് തന്നെ. ശാരദാകൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജ് നെർ റെപ്പർട്ടറി അതെ നോക്കിയിട്ടാണ് പറഞ്ഞത്. ഒറ്റ മെഡിസിനേ ഉള്ളൂ, അതെ 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 ബാക്ടീരിയാസ്. അത് തന്നെ. അത് ഈ കുട്ടികള് പകല് മൊത്തം വളരെ കറക്റ്റ് ആണല്ലോ. കളിച്ച് അതുകൊണ്ട് അത് ഞാൻ എന്നും ഓർക്കും അദ്ദേഹത്തെ. മുഴുവൻ അതുകൊണ്ട് അപ്പൊ അതെല്ലാം അറിഞ്ഞിരിക്കുക. രാത്രി ഭയങ്കര കരച്ചിലും ആകുന്നതിന് സോറിന് നല്ല മെഡിസിനാ. ഹലോ, കേക്കാം. സോറിനം ഡോക്ടർ ഏത് പൊട്ടൻസിയാണ് പ്രിഫർ ചെയ്തത്? ഞാൻ സാധാരണ വണ്ണമാണ് അങ്ങനെ വരുമ്പോ ഒറ്റ ഡോസേ കൊടുക്കുള്ളൂ. ആ ഒറ്റ ഡോസ് ഒരു ഇതിനകത്ത് ഒഴിച്ചിട്ട് അത് 2 പ്രാവശ്യമായിട്ട് കൊടുക്കാൻ പറയാം, അരമണിക്കൂർ ഇടവിട്ട്. അത്രേ കൊടുക്കുള്ളൂ. അപ്പൊ തന്നെ നിൽക്കും അത് കരച്ചില്. ഇതൊരു പുതിയ അറിവാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിങ്ങളുടെ ഓരോ രഹസ്യങ്ങളും ഈ വേദിക്ക് പങ്കുവച്ചാൽ അത് കൂടുതൽ ഫലപ്രദമായി മാറും. പിന്നെ കുട്ടികള് കരയുമ്പോൾ അമ്മമാര് ഹരിഹരൻ ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. ഞാനിപ്പോ എല്ലാരും പറഞ്ഞത് ഞാൻ കേട്ടു. എല്ലാവരും ഇഷ്ടംപോലെ നല്ല ടിപ്സാണ് എല്ലാവരും പറഞ്ഞത്. ഇതൊക്കെ സാധാരണ ഒരു നല്ല ഹോമിയോ ഡോക്ടർ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒക്കെയാണ് പറഞ്ഞത്. വെരി ഗുഡ്. പക്ഷെ ഞാൻ ഒരു ടിപ്പ് ഞാൻ പറയാം. ഈ കൊച്ചു കുട്ടികൾ നിർത്താതെ കരച്ചിലായിട്ട് വരുമ്പം, അതായത് ഇൻഫന്റ് വരികയാണെങ്കിൽ കാലിഫോസ് വണ്ണം ഒരു 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 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ചെയ്തിട്ട് അവിടെ ഇരുത്തണം, പേഷ്യന്റിനെ വിടരുത്. അവിടെ തന്നെ ഇരുത്തിയിട്ട് ഒരു 1-2 തുള്ളി വെച്ച് നാക്കയിൽ ഇറ്റിച്ചു കൊടുക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഒരു 4-5 പ്രാവശ്യം അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ കുട്ടി അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോയിക്കോളാൻ പറയണം. അത്ര കൊടുത്തു നോക്കിക്കോ. അത് നല്ല ടിപ്സാ. ഇത് എത്രയോ വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാ. പിന്നെ വേറെ ഒരു മാനേജ്മെന്റ് ഞാൻ പറയാം. ചില കുട്ടികള് എന്തായാലും നമുക്ക് വലിയ കരച്ചിലായിട്ട് നമ്മുടെ വരും, നമുക്കൊരു പിടിയും കിട്ടത്തില്ല. വയറിന്റെ ആണോ ചെവിയുടെ ആണോ എന്താന്നൊരു പിടിയും കിട്ടത്തില്ല. അപ്പൊ മരുന്ന് കൊടുത്തോ നിങ്ങൾ, അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഈരേഴ തോർത്ത് വെള്ളത്തില്, പച്ചവെള്ളത്തിൽ മടക്കി നന്നായിട്ട് പാഡ് പോലെ മടക്കണം. മടക്കി കഴിഞ്ഞിട്ട് ചെവിയുടെ അവിടെയും വെച്ച് കൊടുക്കണം, വയറിന്റെ അവിടെയും വെച്ച് കൊടുക്കണം. പെട്ടെന്ന് തന്നെ കരച്ചിലങ്ങ് നിൽക്കും. അതൊരു മാനേജ്മെന്റ് ആണ്. ഈ മെത്തേഡ് തന്നെ നമുക്ക് ഈ ചില കുട്ടികൾക്ക് മൂത്രം പോവുകയില്ല. മൂത്രം പോവാതെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും ചെറിയ കാരണങ്ങളോ കൊണ്ടൊക്കെ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോഴും എന്ന് പറഞ്ഞാല് ഈ പാഡ് ഈ യൂറിനറി ബ്ലാഡറിന്റെ ഏരിയയിൽ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് മൂത്രം പോകും. ആ സമയത്ത് വേണമെങ്കിൽ അക്കോണൈറ്റ് 1-2 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ മൂത്രം പോവുകയും ചെയ്യും, കുട്ടി കരച്ചിൽ നിർത്തുകയും ചെയ്യും. ഇതൊരു മാനേജ്മെന്റ് ആണ് ഇത്. പിന്നെ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുക, സംസാരിച്ചോളൂ ഡോക്ടർ. വയറുവേദന കോളിക്കായിട്ട് നമ്മൾ വരുമ്പം ഇൽസിയം കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഡോക്ടർ പിള്ളേരെ നമുക്ക് വയറുവേദനയാണ് ഇങ്ങനെ ഈ കോളിക്ക് പോലെ വരുമ്പോഴേ ഇൽസിയം കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇൽസിയോ? കേൾക്കുന്നില്ല, ക്ലിയർ അല്ല. പിന്നെ രാത്രിയിൽ കരച്ചിലിന് അതുപോലെ സിഫിലിനും കൊടുക്കുമ്പോഴും റിസൾട്ട് കിട്ടാറുണ്ട്. എന്നും രാത്രിയിൽ അത് ഈ കൊച്ചുങ്ങള് ജനിച്ച ഉടനെ തന്നെ കരച്ചിൽ വന്നിട്ട് നിർത്താതെ വന്നാലും കൊടുക്കാം സിഫിലിനും. റിയം ഉപയോഗിക്കാറുണ്ടോ സാധാരണ ഈ വയറുവേദനയ്ക്ക്? സാധാരണ മിൽക്കിന്റെ പലപ്പോഴും പാല് വിഷാംശമായിട്ട് ചിലർക്ക് വരുന്ന സമയത്ത് റിയം വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ
സബാഡിന നമ്മൾ ഈ വോമിറ്റിംഗ് ഓഫ് വേംസ്, പിന്നെ ആ സമയത്ത് നമുക്ക് ഈ സിനെയും ചിലപ്പോൾ ഈ കോമൺ ബൈൽ ഡക്റ്റിലോട്ടൊക്കെ ഇവൻ ചിലപ്പോൾ കയറി പോകാനായിട്ടൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെയും ഇത് സബാഡില്ല രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില സംശയം തോന്നിയിട്ടുള്ള കേസുകളിൽ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് തീർന്നപ്പോൾ നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് വേറൊന്നുള്ളതെന്ന് പറഞ്ഞാൽ സ്പൈജീലിയ പിൻവേം ശല്യത്തിന് സ്പൈജീലിയയും സൾഫർ ഹൈ പൊട്ടൻസി ഒണ്ണം കൊടുക്കാം, സ്പൈജീലിയ കൊടുക്കാം. അപ്പോൾ ഈ പിൻവേം കംപ്ലൈൻറ്റുകൾക്ക് ബാക്കിയുള്ള ടുക്രിയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കൊടുക്കാം കറക്റ്റായിട്ട്. എന്തായാലും ഇത് കുട്ടിയെ കൊണ്ട് വരുമ്പം ശരിക്കും എക്സാം ചെയ്യണം, അത് മുഖ്യമാണ്. അതിന്റെ തൊണ്ട നോക്കണം, അതിന്റെ ആ മൂത്രമൊഴിക്കുന്ന ആ ഭാഗത്ത് നോക്കണം, ചെവി നോക്കണം, ഇതെല്ലാം എക്സാം ചെയ്യണം ശരിക്ക്. തൊണ്ട ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ടോൺസിലൈറ്റിസ് വരും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ തൊണ്ട നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ, ചിലപ്പോൾ പഴുത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ നോക്കണം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതുപോലെ 3 ദിവസമായിട്ടുണ്ട്. എൻ്റെ ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ അവർ ഇവിടെ ഇല്ലായിരുന്നു, പാലായിലാണ് വീട്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറെ ചെവി വേദനയാണെന്ന് പറഞ്ഞ് പോയി കാണിച്ച്. ഒരു 16 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ അവിടെ പോയി ചെവി വേദനയ്ക്ക് മരുന്നൊക്കെ വാങ്ങി ചെവിയുടെ മരുന്ന് ഒഴിക്കുകയൊക്കെ ചെയ്തു. ഒരു 3 ദിവസമായിട്ടും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വേദനയും അസ്വസ്ഥമായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു പനിയുടെ തുടക്കമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. തൽക്കാലം ചെവിയിൽ മരുന്നൊന്നും ഒഴിക്കണ്ട. നമ്മളാകെപ്പാടെ ഈ ക്ലൈമാറ്റിക് ഈ കുട്ടിയുടെ ആ പയ്യന്റെ ആ സമയത്തുള്ള ലക്ഷണങ്ങളെല്ലാം വെച്ച് റെസ്റ്റോക്സ് ഒരു ഡോസ് കൊടുക്കുക ചെയ്തത്. അതിനുശേഷം വളരെ വേഗം ചെവിവേദന പോയി. പിന്നെ നല്ല പനിയായിട്ട് പനി വന്ന് 2 ദിവസം കൊണ്ട് പനിയെല്ലാം മാറി. ഇപ്പൊ വേഗത്തെ തന്നെ. അപ്പൊ നമ്മള് ഈ ചെവിവേദന വരുമ്പോൾ അത് ഒരു പരിധി വരെ ഒരു പനിയുടെ തുടക്കമാകാം. ആ കുട്ടീനെ ടോൺസില് കുറച്ച് വീർത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ടോൺസിൽ വീർത്തിരിക്കുന്ന നമുക്കറിയാം, പണ്ട് കുറെ നാളുകളായിട്ട് നിരന്തരമായിട്ട് റെക്കറന്റ് ടോൺസിലൈറ്റിസ് വരുന്ന കുട്ടിയായിരുന്നു. അപ്പോഴൊക്കെ ഈ ടോൺസിൽ എപ്പോഴും എൻലാർജ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ട് കുറയാതിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് അത് മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർ നാട്ടിൽ പോയി. നാട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെയുള്ള ഡോക്ടറെ കണ്ടു. പക്ഷെ ആ ഡോക്ടർ ഇങ്ങനെ ഓർഗൻ തെറാപ്പി പോലെ ചെവിയുടെ വേദന എന്ന് പറയുമ്പോൾ മുള്ളൻ ഓയിൽ ഡ്രോപ്പ് കൊടുക്കുക, പിന്നെ എന്തോ മെഡിസിനും കൊടുത്തു. പക്ഷെ യഥാർത്ഥത്തിൽ ചെവി വേദന എല്ലാത്തിനും നമ്മൾ ടിപ്പിക്കലായിട്ട് വാക്സ് ഉള്ളിലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ചെവിവേദന വരുന്നെങ്കിലാണ് നമ്മൾ മുള്ളൻ ഓയിൽ ഒഴിക്കേണ്ടത്. അല്ലാത്ത എല്ലാ കേസിലും മുള്ളൻ ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിൽ ഒഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചെവിക്ക് ഇയർ ഹോളിന് പ്രശ്നമുള്ളവരാണെങ്കിൽ നമ്മൾ മുള്ളൻ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ അവർ അലറിക്കൊണ്ട് ചാടി എഴുന്നേക്കും വേദന കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ മുള്ളൻ ഓയിൽ ഒഴിക്കാവുള്ളൂ. ഇതിലൂടെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കേസ് പറഞ്ഞത്. ഇനി വേറെ ഞാനൊരു കേസ് ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു ചെവിവേദന എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്തോ ഈ ശബരിമലയിൽ പോയിട്ട് വന്നപ്പോൾ അച്ഛനും മോനും കൂടെ ശബരിമലയിൽ പോയിട്ട് വന്നപ്പോൾ സംഭവിച്ചതാണ്. അപ്പം ഞാനന്ന് മറ്റേ ENT സെറ്റ് വെച്ച് ഞാൻ നോക്കിയപ്പോൾ കാണാം പെട്ടെന്ന് എൻ്റെ കണ്ണ് ഞാൻ പിൻവലിച്ചു കളഞ്ഞു, പേടിച്ചു പോയി ഞാൻ. കാര്യം എന്താണെന്ന് വെച്ചിരുന്നാൽ ഈ ENT സെറ്റിൽ കൂടെ നോക്കിയപ്പോൾ ഈ ഒരു ജീവി ഇങ്ങനെ ബ്ലഡിൽ മൊത്തം കയറിയിരിക്കുന്നു. ഈ അതിൻ്റെ കാലിലെല്ലാം രക്തം ഇങ്ങനെ പുരണ്ട് കണ്ണിന് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഒരു ജീവി. പിന്നെ അതിന് സാധാരണ ചെയ്ത എന്താന്ന് വെച്ചിരുന്നാൽ ഞാൻ ഉപ്പുവെള്ളം നമ്മൾ ഒഴിക്കാറുണ്ട്. ഉപ്പുവെള്ളം ചെവിക്കകത്ത് ഒഴിച്ചിരുന്നാൽ അത് ചത്തിങ് മലന്ന് വരും. അതുപോലെ ഇതുപോലെ ഉറുമ്പ് കയറി കയറുമല്ലോ, കാരണം ഉറുമ്പ് കയറി തീർന്നാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ട്. അങ്ങനെ 2-3 കേസിന് ഞാൻ ഒരിക്കൽ വണ്ട് കയറിയിരുന്നു, ഒരു വലിയൊരു വണ്ട്. അതും ഇതുപോലെ ഉപ്പുവെള്ളം ഒഴിച്ചിരുന്നാൽ സാധാരണ നിലയിൽ ഒരുമാതിരിയുള്ള ജീവികളൊക്കെ വരും. അപ്പൊ അത് നമുക്ക് നോക്കാവുന്നതാണ്. അത് മിക്കവാറും സംഭവിക്കുന്ന രാത്രി സമയങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കയറുന്നത്. ചിലപ്പോൾ ഈ വാക്സ് പലപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. വാക്സ് ഉള്ളത് കൊണ്ട് അത് അധികം ഇതൊക്കെ ഒട്ടി ചെയ്തിരിക്കും.
ചിലപ്പോൾ വാക്സ് ഒക്കെ എടുത്ത് കളഞ്ഞു തരുമ്പോൾ ചെവിക്കകത്ത് പെട്ടെന്ന് ഈ ജീവികൾക്ക് പെട്ടെന്ന് കയറി പറ്റാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെയുള്ള കേസുകളിൽ ഉപ്പുവെള്ളം ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉപയോഗിച്ച് നോക്കാം. തീർച്ചയായും നമ്മൾ ഇയർ ബാഗ്സ് വലിയൊരു പ്രശ്നമാണ്. മിക്കവാറും കുട്ടികളുടെ കേസിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഡോക്ടറെ ഇന്ന് തന്നെ അല്പം മുമ്പ് എൻ്റെ ഒരു പേഷ്യൻ്റ് ശരിക്ക് ഈ കുട്ടിക്ക് ഒരു 4 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം നിരന്തരമായിട്ട് പനിയൊക്കെ വന്ന് ആകെപ്പാടെ പ്രശ്നമായി കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് ഇപ്പോൾ വലിയ അസുഖങ്ങളൊന്നും ഇല്ല. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു പനി വന്നു. നമ്മൾ മരുന്നെല്ലാം കൊടുത്ത് കുട്ടി വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ കുട്ടിക്ക് ചെവി വേദന വന്നു. പക്ഷേ അപ്പൊ ആ കുട്ടി ഒരു ബഡ്സ് എടുത്തിട്ട് അപ്പൊ ചെറുതായിട്ട് പൊട്ടിയെന്ന് തോന്നി. പക്ഷെ ഇന്ന് അവര് വന്ന് വീണ്ടും ഇന്ന് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ പനി പോലെ വീണ്ടും വന്നു. അപ്പൊ ഈ കാര്യം എന്നോട് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അവര് മരുന്നെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണ് അയ്യോ ഡോക്ടറോട് ഇത് പറഞ്ഞില്ലല്ലോ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അടുത്തൊരു MBBS ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ENT തന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ENT പോയി കണ്ടു നോക്കിയപ്പോൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നവർ പറഞ്ഞ്. എന്നാലും അവർ മെഡിസിൻ കൊടുത്തു. അപ്പോൾ ഇവരെന്നെ വിളിക്കാൻ കാര്യം ഡോക്ടറെ അവിടെ ചെന്നപ്പോൾ മെഡിസിൻ തന്നു, ഞങ്ങളത് കൊടുക്കണോ വേണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായും കൊടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ തന്ന മെഡിസിൻ തന്നെ മതി, അതുകൊണ്ട് മാറിപ്പോയി. അപ്പോൾ എപ്പോഴും ഈ പനിയൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾക്ക് ചെവിയിൽ അസ്വസ്ഥത വരികയും അവരിതുപോലെ എന്തെങ്കിലും ഒക്കെ എടുത്തിടുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ സമയത്ത് കയറി നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇയർ ഡ്രോപ്സ് ഒന്നും ഒഴിക്കരുത്. അത് ശരിക്കും മനസ്സിലാക്കി പൊട്ടിക്കഴിഞ്ഞ് അത് പൊട്ടലുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് വാക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒഴിക്കേണ്ടത്. അല്ലാതെ ഒഴിക്കുകയാണെങ്കിൽ ചെവി വേദന ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതുമായിട്ട് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവർ പറയും ഹോമിയോ മരുന്ന് ഒഴിച്ചിട്ട് ചെവി പഴുത്തെന്ന് പറയും. ഒരിക്കലും നമ്മുടെ മരുന്ന് ഇതുവരെ ഒരാളുടെയും ചെവി പഴുപ്പിച്ചിട്ടില്ല. പഴുപ്പുണ്ടെങ്കിൽ അത് മാറുക മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം അത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്ന ഈ ഒരു കേസ് പറഞ്ഞത്. അത് ഞാൻ വീട്ടിലെത്തിയ സമയത്താണ് അവരെന്നെ വിളിച്ചതും ഈ കാര്യങ്ങൾ പറഞ്ഞത്. വേറെ ആരെങ്കിലും മറ്റൊരു കേസ് അനുഭവങ്ങൾ പോക്കാത്തതുകൊണ്ട് അതെ ഡോക്ടർ അഡ്രൈസ് പറഞ്ഞു. ചെയ്യാത്തത് നമ്മളിങ്ങനെ ഇൻസ്പിറേഷൻ കൊടുത്താലേ ആരെങ്കിലും ഒക്കെ. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഹരിഹരൻ ഡോക്ടർ നോക്കി. അപ്പൊ ഡോക്ടർ ഇല്ലെന്ന് ഉറപ്പായത് കൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് ദൈർഘ്യമായിട്ട് സംസാരിച്ചത്. ആരെങ്കിലും ഒക്കെ ഒന്ന് വരട്ടെന്ന് കരുതി. വേറൊരു കേസ് ഞാൻ ഒരിക്കൽ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ, ചെവിക്കകത്ത് ഫംഗസ് ഇൻഫെക്ഷൻ വന്നിരുന്നാല് സാധാരണ ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ട് പലർക്കും ചെവി കേൾക്കാതെ ആവും. അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ ചെവി ക്ലീൻ ചെയ്യാറുണ്ട്. ഞാൻ സാധാരണ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ മുള്ളൻ ഓയിൽ തന്നെ ഒഴിക്കും. മുള്ളൻ ഓയിൽ വേണമെങ്കിൽ അതിനോടൊപ്പം ആഴ്സനിക്ക് ആൽബൂടെ ഒരു ഡ്രോപ്പ് എല്ലാം അതിനോടൊപ്പം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ മുള്ളൻ ഓയിൽ, വെറും മുള്ളൻ ഓയിലല്ല, അത് ഡൈല്യൂട്ട് ചെയ്താൽ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടായിരിക്കും. നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം, തിളപ്പിച്ചാർച്ച വെള്ളം മറ്റോ ആയിരിക്കണം. അതിനോടൊപ്പം ചേർത്തിട്ട് നമ്മൾ ഇതും ഒരു ഡോസ് വല്ലതും ആഴ്സാനിക്ക് ആൽബൂടെ ഒരു ഡ്രോപ്പ് വല്ലതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചിട്ട് ചെവി ഒഴിച്ച് വിട്ടിട്ട് ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും. വന്നിരുന്നതിന് ശേഷം ആ ചെവി അങ്ങ് ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ ചെവി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞിരുന്നത്, ഞാനിങ്ങനെ ചെവി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടി പറയണോ അയ്യോ ഡോക്ടർ സംസാരിക്കില്ലേ. ഞാൻ എന്ത് പറ്റി, സിനിമാ തിയേറ്ററിനകത്ത് കേൾക്കുന്ന പോലെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന കുറേ കാലങ്ങൾ കൊണ്ട് ഈ ചെവി അടഞ്ഞിരിക്കില്ല, ഫംഗസൊക്കെ വന്ന് അടഞ്ഞിരിക്കുന്ന ചെവി ആയതുകൊണ്ട് അത് ഈ നമ്മൾ ഡ്രോപ്സ് ഒഴിച്ച് തരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോപ്സ് ഒഴിച്ച് തന്നാൽ ഇതെല്ലാം കൂടെ ഒറ്റ യൂണിറ്റ് ആവും, കുഴഞ്ഞ് ഒരു യൂണിറ്റ് ആവും. മറ്റേ ഈ പൊടിഞ്ഞ് ഈ മൊത്തത്തിലിരിക്കുകയായിരിക്കും. അപ്പോൾ അത് പയ്യെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ചെറുതായിട്ട് തോണ്ടി എടുത്തിട്ടപ്പോഴും മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ആവും. ഒരു 1-2 ദിവസം കൊണ്ട് ചിലപ്പോൾ വല്ല ചെറിയ മുറിവുകൾ വല്ലതും ഉണ്ടായിത്തീർന്നാൽ നമ്മൾ വല്ല ആർണിക്ക് മറ്റോ കൂടെ കൊടുക്കുക. മരുന്ന് കൊടുത്തു തീർന്നതിന് ശേഷം ഒരു 2 ദിവസമായിട്ടോ മറ്റോ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് തീർന്നാൽ ഏകദേശം ഫംഗസ് ഇൻഫെക്ഷൻ പലപ്പോഴും ഞാൻ അങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത്. പിന്നെ അതിനോടൊപ്പം മറ്റ് മെഡിസിൻസ് ഇന്റേണലായിട്ട് ബാക്കിയുള്ളതും കൂടെ കൊടുക്കാറുണ്ട്. ഗ്രാഫൈറ്റിസോ മറ്റോ ഒക്കെ കൊടുക്കാറുണ്ട്. കൊടുത്തിരുന്നതിന് ശേഷം ചെവി ക്ലീൻ ചെയ്യേണ്ട. അത് പ്രത്യേകിച്ച് ഫംഗസ് ഇൻഫെക്ഷനാണ്. അത് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നോക്കണം, ഒന്ന് ഫംഗസ് ഇൻഫെക്ഷൻ ആണോ അതോ ചെവിക്കായമാണോ എന്നുള്ളത്. ചെവിക്കായമാണെങ്കിൽ നമുക്ക് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ ഇത് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വൃത്തിയാകത്തുള്ളൂ, അത് ചെവി ഭംഗിയാകത്തുള്ളൂ.
പിന്നെ അതിനോടൊപ്പം മറ്റ് ഫംഗസ് ഇൻഫെക്ഷനുള്ള മരുന്നുകളെല്ലാം കൊടുക്കാം. സലീംകുമാർ ഡോക്ടർ സംസാരിച്ചോളൂ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സാറേ അതെ, ചെവി വാക്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കാതെ ഈ മുള്ളൻ ഓയിൽ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് രാവിലത്തെ കുട്ടിയാണെങ്കിൽ വൈകിട്ട് വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ വൈകിട്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. അത് അങ്ങനെ അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ കേസ് പോയിന്ന് വരും. കാരണം ഹലോ കേൾക്കാം ഡോക്ടർ, സംസാരിച്ചോളൂ. കേൾക്കാവോ? കേൾക്കാം. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. പലപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന വാക്സ് ഒരു ഇരുമ്പിനേക്കാൾ കട്ടിയുള്ള പോലെ ഇരിക്കും. ശരിക്കും ഡ്രൈ ആയിട്ടുള്ള വാക്സ് തറയിൽ വീണാൽ ഒച്ചയായിട്ടൊന്നും വരും, അത്രയ്ക്ക് ഡ്രൈ ആവും ഈ സാധനം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എടുക്കുമ്പോൾ ചുറ്റിനും പോറലൊക്കെ വീഴും, ചിലപ്പോൾ ബ്ലീഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പൊ തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഒന്ന് ഈ ഓവറായിട്ട് നമ്മൾ വാക്സ് എടുക്കുമ്പോൾ ഓവറായിട്ട് ചെവി ക്ലീൻ ചെയ്യാതിരിക്കണതാണ് നല്ലത്. അത്യാവശ്യം മെയിൻ കഷ്ണങ്ങളൊക്കെ പോന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് തുടച്ചു കളയാം. കാരണം വെച്ചാൽ വാക്സ് എപ്പോഴും അവിടെ കുറച്ച് ആവശ്യമുണ്ട്. ബോഡിയിൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്. ഓവറായിട്ട് ഡെയിലി ഇതൊക്കെ ഇട്ട് തിരിച്ച് കഴുകുന്ന ആൾക്കാരോടൊക്കെ അതൊക്കെ നിർത്താൻ പറയണം. അത് എപ്പോഴും ഒരു വിഷയമായിട്ട് മാറും. അതുകൊണ്ട് ഓക്കെ സാർ. സലീംകുമാർ ഡോക്ടറെ, ഡോക്ടർ കാൽക്കുലി ആയുസ് ഏത് പൊട്ടൻസി ആയിരുന്നു? എന്തോ കാൽക്കുലി ആയുസ് ഏത് പൊട്ടൻസി ആയിരുന്നു? ഇച്ചിങ് 30 തന്നെ പറഞ്ഞ സാർ ഡോക്ടർ, വേറെ ഒന്നും വേണ്ട. റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം. ഇച്ചിങ് അതിന് ഡെയിലി കൊടുക്കാൻ 2 നേരം കൊടുക്കും, എങ്ങനെ കൊടുത്താൽ അത് ശരിക്കും സ്നാപ്ഷോട്ട് ഇതാണ്. എന്തായാലും നമ്മുടെ സെഷൻ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. മറിയാമ്മ ഡോക്ടർ ഒരു ഓട്ടോ താങ്ക്സ് കൂടെ ഇന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, ഒരു കാര്യം കൂടെ. ഈ വാക്സ് അളവിൽ പോകാൻ നമ്മുടെ കാസ്റ്റിക്ക 200 കൊടുത്താൽ മതി, വളരെ എഫക്റ്റീവ് ആണ്. കാസ്റ്റിക്ക 200 ട്രൈ നോക്കാം. അത് നമ്മുടെ ഒരു സീനിയർ ഡോക്ടറെ മരിച്ചുപോയി, ഡോക്ടർ പ്രസന്ന സദാപ്പൻ, കേട്ടിട്ടുണ്ടോ സനീഷ് ഡോക്ടർ? ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു ടിപ്പ് പറയട്ടെ വാക്സിന്. ബട്ട് കൊണിയം നിങ്ങൾ കൊടുക്കും, ബെസ്റ്റ് റിസൾട്ട് കിട്ടും. കൊണിയം 1 ഒരു ഡോസ്. അക്യുമുലേഷൻ ഓഫ് വാക്സിന്റെ ബെസ്റ്റ് മെഡിസിൻ. ഞാൻ സാധാരണ ബ്ലാക്ക് വാക്സ് ആണെങ്കിൽ പൾസാർ ലൈം, വൈറ്റ് വാക്സ് ആണെങ്കിൽ ഹോട്ടാണ് പേഷ്യൻ്റ് എങ്കിൽ നേട്രമോറും, അതുപോലെ തന്നെ ചില്ലിയാണ് പേഷ്യൻ്റ് എങ്കിൽ സൈലീഷ്യയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ. അത് ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും വാക്സിൻ മുള്ളൻ ഓയിലൊക്കെ പറഞ്ഞു, പക്ഷെ അതിന്റെ നമ്മുടെ ചുമ വരുമ്പം ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ മുള്ളൻ ഓയിലാണ്. മുള്ളൻ ഓയിൽ സ്വപ്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ചുമ കുറയും. അതിലുപരി വെർബാസ്കം 30-200 ഒക്കെ കൊടുത്താലും ചുമ കുറയും. ഉണ്ടാവും. കൊണിയം ഏത് പൊട്ടൻസിയാന്ന് ചോദിച്ചിരിക്കുകയാണ്. വണ്ണം പൊട്ടൻസി കൊടുക്കണം. കൊണിയം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇന്നത്തെ സെഷനും നല്ല രീതിയിൽ തന്നെ ടിപ്പുകളിലോട്ട് മാറിയിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടറെ ഇനി ഇന്നത്തെ ദിവസം തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും അതൊരു അബദ്ധം പറ്റി. അതുകൊണ്ട് ഇന്ന് ധനേഷ് ഡോക്ടറും ഹിബർട്ട് ഡോക്ടറും ആക്റ്റീവായി പങ്കെടുത്തു. ഹരിഹരൻ സാറിനോട് ഒരു ചോദ്യം കൂടെ ഒന്ന് ചോദിച്ചിട്ട് നിർത്താം. പാഡ് നനച്ചിട്ട് വെക്കാനാണോ സാറ് പറഞ്ഞത്? തോർത്ത് പാഡ് പോലെ മടക്കിയിട്ട് നനച്ച്? അല്ല, നമ്മുടെ നല്ല ഒരു ഈരഴത്തോർത്ത് എടുക്കണം. ഈരഴത്തോർത്ത് എടുത്തിട്ട് അത് പാഡ് പോലെ മടക്കി എടുക്കണം. എന്നിട്ട് വെള്ളത്തിൽ മുക്കണം, തണുത്ത വെള്ളത്തിൽ മുക്കണം. ഐസ് വാട്ടർ വേണ്ട, വെറും തണുത്ത വെള്ളത്തിൽ മുക്കുക. മുക്കി കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് ആ വെള്ളം ഒലിക്കുന്നത് അങ്ങ് മാറ്റിയിട്ട് അതവിടെ വയറ്റത്തും വെച്ച് കൊടുക്കണം. 2 തോർത്തും വയറ്റത്തും വെച്ച് കൊടുക്കണം, ചെവിയുടെ എവിടെയും വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്താല് പെട്ടെന്ന് അത് ഇത് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു കേസില് ഈ യൂറിനറി കാൽക്കുലസ് വന്നിട്ട് സിവിയർ പെയിൻ ആയിട്ട് ഒരാള് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ എയർലി പ്രാക്ടീസിലാണ്. എന്ത് ചെയ്തിട്ടും മെഡിസിൻ കൊടുത്തിട്ട് അങ്ങോട്ട് കുറയുന്നില്ല. ഞാൻ ഇതുപോലെ തന്നെ പാഡ് ഉണ്ടാക്കിയിട്ട് അയാളുടെ ആ പെയിനുള്ള ഭാഗത്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ വേദനയും പോയി, അതുപോലെ തന്നെ യൂറിനും പാസ് ചെയ്തു പോയി. ഇനി ഒരു കാര്യം കൂടെ പറയാം. 80 വയസ്സായ ഒരാള് 80 വയസ്സായ ഒരാള് 80 വയസ്സ് ആയ ഒരാളിന് മൂത്രം പോകുന്നില്ല. ഒരു ദിവസം 24 hours ആയിട്ട് മൂത്രം പോകുന്നില്ല. അപ്പൊ അയാളുടെ മോൻ എന്നെ വിളിച്ച് രാത്രിയില
രാത്രിയിൽ ഒരു 10-11 മണിയായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ നെടുമുടിയിൽ, ഞാൻ ഇവിടെ അല്ലേ, മരുന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ പരിപാടി ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കട്ടിയുള്ള ടവലോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് നിങ്ങളവിടെ വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ ഭാഗത്ത് യൂറിനറി ഏരിയ വെച്ചുകൊണ്ട് അപ്പൊ വെച്ച് കൊടുക്കുകയും പെട്ടെന്ന് ഇയാൾക്കൊരു ജെർക്കിങ് പോലെ വന്ന് മൂത്രം മുഴുവനായിട്ടും പോയി. ആ ഏരിയയിലെ മസിൽസിന് പെട്ടെന്നൊരു ജെർക്കിങ് വരികയും മൂത്രം പോവുകയും ചെയ്തു. ഈ വെറ്റ് പാഡ് എപ്പോഴും നമുക്ക് നല്ലതാണ് പല കാര്യത്തിനും. തീർച്ചയായും ഒരറിവ് കൂടെ ആയി. ഏതായാലും ഇന്ന് നമ്മളൊരു പുതിയ മോഡറേറ്ററെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിരുന്നു, ഡോക്ടർ ബിന്ധ്യ. അവിടെ നിന്ന് തുടങ്ങിക്കൊള്ളു മറിയാം ഡോക്ടറെ. അയ്യോ, വിദ്യ കണ്ടതില്ല. എന്തായാലും ഇന്നത്തെ ഈ സെക്ഷൻ വളരെ ഭംഗിയായി. ഇതില് യുവ ഡോക്ടറും ധനേഷ് ഡോക്ടറും അതുപോലെ തന്നെ ഹരിഹരൻ സാറും സലീംകുമാർ ഡോക്ടർ, പിന്നെ ജയലളിത ഡോക്ടർ, ശോഭന ഡോക്ടർ, അങ്ങനെ എല്ലാവരും അവരുടെ അഭിപ്രായം, അവരുടേതായ അനുഭവങ്ങൾ പങ്കുവെക്കുകയും അത് വളരെയധികം പ്രയോജനമായി തീരുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചു. ഇതുപോലെ ഉള്ള ചർച്ചകൾ വളരെയധികം പ്രയോജനം നമുക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം IFPHന്റെയും എന്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ സൂമിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇപ്പൊ ഒത്തിരി കാര്യം ഇയറിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാ പിന്നെ ഒരു ദിവസത്തെ ഡിസ്കഷൻ ഈ ഇയറിന്റെ ഡിസീസസ് ഓഫ് ഇയർ വെച്ചിട്ട്, എയിൽമെന്റ്സ് ഓഫ് ഇയർ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒത്തിരി പേർക്ക് പ്രയോജനം ഉണ്ടാവും. ധാരാളം കേസസ് വരുന്നതാണ് ഇയറിനെ സംബന്ധിച്ച്. മിക്കവാറും നാളെ അത് വേണ്ടി വരും. വേറെ പുതിയ ഗസ്റ്റിനെ ഒന്നും വെച്ചിട്ടില്ല, നോക്കട്ടെ. അല്ല, മിക്കവാറും ഉള്ള ചർച്ചകളെല്ലാം പകുതിക്കാണ് തീരുന്നത്. അതുകൊണ്ട് ഒരു 2 ദിവസം വെക്കുന്നത് നല്ലത്. ഏതാണേലും കഴിഞ്ഞ ദിവസം ചർച്ച നടന്നെങ്കിലും അത് പകുതിക്ക് തീരുവാ ചെയ്തത്. ആർത്രൈറ്റിസിന്റെ തോന്നുന്നു. അത് നാളെ വെക്കാൻ വേണമെങ്കിൽ ആർത്രൈറ്റിസിന്റെ 2ാം ഭാഗം എന്ന് പറഞ്ഞു വെക്കാം. ഞാൻ ഓർക്കുന്നില്ല, ഹരിഹരൻ സാറാണ് അതിന്റെ ക്ലാസ് ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യത്തെ എടുത്ത്. അതും ഒരുപാട് മെഡിസിനുകൾ പറഞ്ഞെങ്കിലും ഇനിയും 10-12 മെഡിസിനൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞാണ് സാറ് അത് നിർത്തിയത്. അപ്പൊ നാളത്തെ സെഷൻ അതാക്കാം. കാരണം നാളെ മറ്റൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണത്തില്ല. എന്നാലും അത് തന്നെ വെക്കാം. അതേതാന്ന് നോക്കിട്ട് ഞാൻ പറയാം. അന്ന് പകുതിക്ക് നിർത്തിയത്. അപ്പൊ ഏതായാലും നമ്മുടെ ഈ ചർച്ചകൾ വളരെ നല്ല മധുസൂദന പണിക്കർ ഡോക്ടർ അല്ലേ ആർത്രൈറ്റിസിനെ നിർത്തിയത്? ഇതല്ല, ആർത്രൈറ്റിസ് അല്ല, വേറൊരു പ്രോസ്റ്റേറ്റിന്റെ മാറിപ്പോയി മാഡം. പ്രോസ്റ്റേറ്റിന്റെ ക്ലാസ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് വീണ്ടും വെക്കുന്നത് നല്ലതായിരിക്കും നാളെ പ്രോസ്റ്റേറ്റിന്റെ ചർച്ച അത് 2ാം ഭാഗം വെക്കാം, കുഴപ്പമില്ല. നാളെ വാളെ തപ്പാനിന്റെ നേരമില്ല, അത് വെക്കുകയും ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഇന്നത്തെ ഈ സൂം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.